ഇന്ന അലമൽ ജസാഇ അലമൽ ബല. ഏതൊരു മുഅ്മിനിൻ്റെയും ഏറ്റവും വലിയ അഭിലാഷമാണ് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ധാരാളം പ്രതിഫലം കിട്ടണം. ചെറിയ ചെറിയ നമ്മൾ ചെയ്യുന്ന നന്മകൾക്കൊക്കെ വലിയ കൂലി കിട്ടണം, അള്ളാഹു കബൂലാക്കണം, സ്വീകരിക്കണം എന്നൊക്കെ. അതോടൊപ്പം അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കുകയും അള്ളാഹുവിൻ്റെ കോപം, ദേഷ്യം നമ്മിൽ നിന്ന് വിദൂരത്താവുകയും വേണം. ഇതിനൊക്കെയുള്ള ഒറ്റമൂലിയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ്, ഇന്ന അലമൽ ജസാഇ അലമൽ ബലാ. നമ്മുടെ പ്രതിഫലത്തിൻ്റെ മാനദണ്ഡം നമുക്ക് വരുന്ന പരീക്ഷണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ്. എത്ര വലിയ പരീക്ഷണങ്ങളാണോ നമുക്ക് വരുന്നത്, അതിനനുസരിച്ച് അള്ളാഹു നമ്മെ കബൂലാക്കുന്നുണ്ട് എന്നർത്ഥം. വ ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. ഒരു സമുദായത്തിന് അള്ളാഹു അങ്ങ് ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹുവിന് അവരോട് താല്പര്യമുണ്ടായാൽ തീർച്ചയായും ഇബ്തലാഹും, അവരെ പരീക്ഷിക്കും, നന്നായി പരീക്ഷിക്കും. ബുദ്ധിമുട്ടുകൾ നൽകും, രോഗങ്ങൾ നൽകും, പ്രയാസങ്ങൾ നൽകും, ദുആകൾക്ക് ചിലപ്പോൾ ഉത്തരം നൽകാതിരിക്കും. അങ്ങനെ അവരെ നിരന്തരമായി പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഫമൻ റളിയ ഫലഹുരിള. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ റിള കാണിച്ചവൻ, തൃപ്തി കാണിച്ചവൻ, ഇടഞ്ഞേറ് കാണിക്കാത്തവൻ, ഫലഹുരിള, അവന് അള്ളാഹുവിൻ്റെ റിളയുണ്ട്. വമൻ സഖിത ഫലഹുസ്സഖ്ത്. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ബുദ്ധിമുട്ട് കാണിച്ച് പണ്ടാറടങ്ങാൻ എന്നൊക്കെ പറഞ്ഞ് ശപിച്ച് പ്രാഗി ജീവിക്കുന്ന ആളാണെങ്കിൽ ഫലഹുസ്സഖ്ത്, അവന് അള്ളാഹുവിൻ്റെ കോപവും ലഭിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മെ വിജയിപ്പിക്കാൻ, നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ നമ്മെ അള്ളാഹു തിരഞ്ഞെടുത്തു എന്നതിൻ്റെ അടയാളമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പൂർണ്ണമായി ക്ഷമിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ പരീക്ഷണമല്ലേ, ആ പടച്ചോൻ തന്നെയല്ലേ എന്നെ പടച്ചത്, പടച്ചോൻ്റെ പടപ്പ് എന്ന നിലക്ക് എൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഈ പരീക്ഷണം എത്ര ചെറുതാണ്. ഇത് മനസ്സിലാക്കി പൂർണ്ണമായി ക്ഷമിച്ച് റിള കൈകൊണ്ട വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ റിള ഉണ്ടാകും.